ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സമവായ സാധ്യത തേടി NDA സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന് രാജ്നാഥ് സിംഗ് ഇന്ത്യ മുന്നണി നേതാക്കളോട് ആവശ്യപ്പെട്ടു. എന്നാൽ NDA സ്ഥാനാർത്ഥി ആരാകുമെന്ന് അറിയിച്ചിട്ടില്ല. ഭർതൃഹരി മഹ്താബ്, രാധാ മോഹൻ സിംഗ്, ഡി പുരന്ദേശ്വരി എന്നിവരെയാണ് NDA പരിഗണിക്കുന്നതെന്നാണ് വിവരം. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിവരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ശരത് കെ ശശി വിശദാംശങ്ങളുമായി. ശരത്ത്, NDA ആരെയാണ് മുൻനിർത്തുന്നത്? പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തുന്നുണ്ടോ? രാജ്നാഥ് സിംഗിന്റെ സമവായ നീക്കം എവിടം വരെയായി? നികേഷ്, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം ഓം ബിർളയെ വീണ്ടും സ്പീക്കറാക്കാനുള്ള നീക്കമാണ് BJP ക്യാമ്പിൽ നടക്കുന്നത്. അല്പസമയത്തിനകം NDAയുടെ യോഗം ചേരും. ഈ യോഗത്തിലായിരിക്കും സ്പീക്കറായി ആരെ നിശ്ചയിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 17ാം ലോക്സഭാ സ്പീക്കറായി പ്രവർത്തിച്ച ഓം ബിർളയെ വീണ്ടും സ്പീക്കറാക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളാണ് BJP സജീവമായി നടത്തുന്നത്. പക്ഷേ എത്രത്തോളം സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയെ അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാകും എന്നുള്ള ചോദ്യമുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിൽ 140ഓളം MPമാരെയാണ് ഓം ബിർള സ്പീക്കറായിരുന്നപ്പോൾ സസ്പെൻഡ് ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ ജനാധിപത്യ മര്യാദകൾ പാലിക്കുന്നില്ല എന്ന വിമർശനം പ്രതിപക്ഷം ഓം ബിർളയ്ക്കെതിരെ ശക്തമായി ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തണമെങ്കിൽ ഓം ബിർളയ്ക്ക് പകരം മറ്റൊരു പേര് BJP നിർദ്ദേശിക്കണമെന്ന ഒരു നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തിയാലും അത്ഭുതപ്പെടാനില്ല. ഏതായാലും 12 മണിക്കാണ് ഈ സ്പീക്കർ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന സമയം. അതിനു മുൻപായി തന്നെ ഒരു സമവായ സാധ്യത തേടുകയാണ് NDA ക്യാമ്പ്. അതിൻ്റെ ഭാഗമായി ഇന്നലെ രാത്രി വളരെ വൈകി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഒരു സമവായ സാധ്യതയാണ് NDA തേടുന്നത്. തൽക്കാലം പ്രതിപക്ഷം ഈ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കരുത് എന്നതാണ് ഈ ഫോൺ സംഭാഷണത്തിൽ പ്രധാനമായും രാജ്നാഥ് സിംഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം. അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൻ്റെ കാര്യത്തിലും ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് ഇതുവരെ NDA എത്തിയിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഓം ബിർള എന്ന പേരിലേക്ക് തന്നെ BJP എത്തുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അല്പസമയത്തിനകം ഈ NDA യോഗത്തിൽ ഇക്കാര്യത്തിലൊരു തീരുമാനം വരും. പ്രതിപക്ഷം നിലവിലൊരു അന്തിമമായ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. ആരെയായിരിക്കും BJP സ്പീക്കർ സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്യുന്നത് എന്ന് നോക്കിക്കൊണ്ടായിരിക്കും പ്രതിപക്ഷം ഒരു അന്തിമ നിലപാട് കൈക്കൊള്ളുക. ഏതായാലും ഒരു സമവായത്തിന് തയ്യാറാകണമെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അത് പ്രതിപക്ഷത്തിന് തന്നെ ലഭിക്കണമെന്നുള്ള നിലപാട് ശക്തമായി പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെ ലോക്സഭയുടെ ഒരു കീഴ്വഴക്കമെടുത്ത് പരിശോധിച്ചാൽ സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പുണ്ടായിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് സമവായത്തിലൂടെ ഈ ഒരു വിഷയത്തിൽ ഒരു പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ ഒരു ഏകകണ്ഠമായ ഒരു സ്പീക്കർ തെരഞ്ഞെടുപ്പിനുള്ള ശ്രമം NDA നടത്തുന്നത്. ഓക്കെ, അല്പസമയത്തിനകം ആരാണ് NDAയുടെ സ്ഥാനാർത്ഥി എന്നറിയാം. ഓം ബിർള മുൻ ലോക്സഭാ സ്പീക്കർ തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ശരത് കെ ശശിയാണ് വിശദാംശങ്ങൾ നൽകിയത്.